ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് 3 ഏലക്ക ഇടാം. ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, അത് ഇട്ടാലേ അതിൻ്റെ ടേസ്റ്റേ ഉള്ളൂ. എന്നിട്ട് അത് പൊടിച്ച് മാറ്റി വെക്കാം. ഒരു 4 ബ്രെഡ് പീസ് എടുത്തിട്ട് അത് നമുക്ക് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ വെള്ളത്തിന് നനവൊന്നും പോവാതെ അതായത് ഡ്രൈ ആവാതെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 50 ഗ്രാം ബട്ടർ എടുക്കാം. ആ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച പഞ്ചസാര ഇട്ട് അതൊന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു വെള്ള കളർ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മുട്ടയാണ് നമുക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു മുട്ട പൊട്ടിച്ച് അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മറ്റേതിട്ടിട്ട് പൊട്ടിച്ച് ബീറ്റ് ചെയ്താൽ മതി. 2 ഒപ്പമിട്ട് ബീറ്റ് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരു വൈറ്റ് അതിൻ്റെ യെല്ലോ കളർ മാറി വൈറ്റ് ആവുന്നത് വരെ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കണം. അത് വിട്ടുപോയതാട്ടോ, അതിൻ്റെ വീഡിയോ വിട്ടുപോയി. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഒരു 5-6 കാഷ്യും കൂടി പൊടിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം പൊടിച്ച് വെച്ച് ബ്രെഡ് ഇട്ടിട്ട് കുറച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാതും കൂടി ഒപ്പം ഇടണ്ട. പിന്നെ നമ്മളടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അത് ഇട്ടാലാണ് ടേസ്റ്റ് കേട്ടോ, ഇല്ലെങ്കിൽ ഇടണ്ട. അതിനുശേഷം നമുക്ക് ബട്ടർ തേച്ച് വെച്ചാൽ അതിൻ്റെ കേക്കിൻ്റെ ട്രേയിലേക്ക് കൂട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നട്ട്സ് എന്താണോ നട്ട്സ് ഉള്ളത്, എൻ്റെ അടുത്ത് ബദാമും കാഷ്യൂ ഉള്ളത് ഇട്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാത്രമാണ് അതിലൊഴിച്ചിട്ട് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കത് വെന്തോ നോക്കാം. ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കി ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്കത് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓവനൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.